ഓം ശാന്തി. ജീവിതത്തിൽ സന്തോഷവും സുഖവും ആഗ്രഹിക്കുന്നുവെങ്കിൽ കൊടുത്തത് മനുഷ്യന് കിട്ടും എന്നതായിരിക്കുന്ന നിയമം നമ്മളെല്ലാവരും ഓർത്തേ പറ്റൂ. സാത്വിക ആഹാരം എന്ന് പറയുന്നത് ജീവിതത്തിൽ സുഖം ആകർഷിക്കാൻ വേണ്ട ഒന്നാമത്തെ ഘടകമാണ്. ഒരു ജീവിയെ കൊന്നുകൊണ്ട് നമ്മൾ കഴിക്കുമെങ്കിൽ ദുഃഖം കൊടുത്താൽ ദുഃഖം കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പേടി കൊടുത്താൽ പേടി കിട്ടും, ദുഃഖം കൊടുത്താൽ ദുഃഖം കിട്ടും. പേടിച്ചരളുന്ന സമയത്ത് നമ്മുടെ എല്ലാം ശരീരത്തിൻ്റെ കോശങ്ങൾ ഉണ്ടാകുന്ന പല ഹോർമോൺസും ഉണ്ട്. പേടിക്കാതെ ഒരു ജീവി മരിക്കാറില്ല. മരണഭയമില്ലാത്ത ഒരു ചെറിയ ജീവിയെപ്പോലും, ഉറുമ്പിനെ പോലും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ പേടിച്ച് മരിക്കുമ്പോൾ അവരുടെ കോശങ്ങളിൽ ഉണ്ടാകുന്ന പല ഹോർമോൺസും നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ നശിപ്പിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ശുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ശുദ്ധി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മനസ്സിലേക്ക് സുഖവുമായി ഒത്തുചേർന്നതാണ്. പറയാറുണ്ട് പവിത്രത സുഖശാന്തിയുടെ ജനനി എന്ന്. നമ്മുടെ ജീവിതത്തിലെ ആഹാരത്തിലെ പവിത്രത, ആഹാരത്തിലെ ശുദ്ധി നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സുഖവും കുളിർമയും നൽകുന്നതാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആഹാരത്തിൻ്റെ ശുദ്ധിയാണ്. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട്, സുന്ദരമായിട്ട് എല്ലാ നേരത്തും ഇറച്ചിയും മീനും എല്ലാം കഴിച്ചിട്ടും നല്ല ആരോഗ്യവും നല്ല സന്തോഷമായി ജീവിക്കുന്ന ഒരുപാട് പേരെ കാണാറുണ്ടല്ലോ എന്ന്. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. കാരണം അവരുടെ മുജ്ജന്മത്തിൻ്റെ ബാങ്ക് ബാലൻസ്, നമ്മുടെ കർമ്മം എന്ന് പറയുന്ന സാധനം ഒരു അക്കൗണ്ടാണ്, ബാങ്ക് ബാലൻസാണ്. ഈശ്വരൻ്റെ ബാങ്കിൽ പോസിറ്റീവായിട്ട് അവർ ചെയ്ത കർമ്മങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഫലം തീരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ യാത്ര ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ നല്ലത് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിരിക്കുന്ന ആഹാരം കൊണ്ടുവരുന്നതാണ്. മുളപ്പിച്ച ചെറുപയർ, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, നല്ല നല്ല ആഹാരങ്ങൾ എത്രയോ ഉണ്ട്. എത്രയോ വെറൈറ്റി ആയിരിക്കുന്ന ഫുഡുണ്ട് വെജിറ്റേറിയനിലും. അങ്ങനെ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ സുഖം കൊടുക്കാനും സുഖമെടുക്കാനും നമുക്ക് സാധിക്കും. അതിൽ യാതൊരു രീതിയിലുള്ള സംശയവുമില്ല. പിന്നെ വേറൊന്ന്, നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ വീടിനുള്ളൊരു ചെറിയ കലഹം ഉണ്ടാവുമ്പോൾ, ഒരു ഉദാഹരണം ഞാൻ പറയുക. ഒരു വീട്ടിൽ, എനിക്കറിയുന്നൊരു വീട്ടിലാണ് നന്നായിട്ട് ആഹാരം ഉണ്ടാക്കുന്ന ഒരു അമ്മയായിരുന്നു. ആഹാരം ഉണ്ടാക്കുകയും എല്ലാവരെയും ടേസ്റ്റി ആയിട്ട് കഴിപ്പിക്കുകയും സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നൊരു കുടുംബം. ഒരു ദിവസം അവരുടെ വീടിനുള്ളിൽ അമ്മ ആഹാരം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കൂടി. മക്കളൊക്കെ പറഞ്ഞു, എന്താ പറ്റിയ അമ്മയെ, ഉപ്പ് വല്ലാണ്ട് കൂടുതല, കഴിക്കാൻ വയ്യ. പക്ഷേ അവരുടെ ഹസ്ബൻഡ് കുറച്ച് വിവേകിയായ മനുഷ്യനായിരുന്നു. അയാൾ പറഞ്ഞു, സാരല്ലേ മക്കളെ, കുറച്ച് തൈര് വേണമെങ്കിൽ ചേർത്തോ, കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്തോ, കുറച്ച് വെള്ളം കൂട്ടി കഴിക്കണമെങ്കിൽ കഴിക്കാം, അമ്മ എന്നും നന്നായി ഉണ്ടാക്കി തരുന്നതല്ലേ, ഒരു ദിവസമല്ലേ, സാരല്ലേ പോട്ടെ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം ഫുഡ് ടേസ്റ്റ് മാറി, മൂന്നാമത്തെ ദിവസം ടേസ്റ്റ് മാറി. അയാളുടെ മനസ്സിൽ പറയാൻ തുടങ്ങി, എന്തോ ഒരു ദോഷം ഇവിടെ എനിക്ക് വരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. ആ ദോഷം കയറാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കലഹം ഒഴിവാവണം. എന്നും നന്നായിട്ട് ആഹാരം ഉണ്ടാക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കുറച്ച് മോശമാകുമ്പോഴത്തേക്കും എനിക്ക് വേണ്ട ഇതിങ്ങനെ കുറ്റം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സ് കുറേയും കൂടെ മോശമാവും. ഉണ്ടാക്കുന്ന ആഹാരം സങ്കടത്തോടെ ആയിരിക്കും. അത് കഴിക്കും തോറും മനുഷ്യരുടെ മനസ്സ് കുറേയും കൂടെ മോശമാവും. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, അതൊന്നും സാരമുള്ള കാര്യമല്ല, ഈ ആഹാരം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് വേണ്ടി കഴിക്കേണ്ട സാധന, അനാരോഗ്യത്തിനൊന്നും ഇല്ലല്ലോ, കഴിച്ചോളിൻ എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾക്കൊരു ശാസനയോടെ കഴിപ്പിച്ചു. മക്കളൊക്കെ അച്ഛൻ പറഞ്ഞുകൊണ്ട് കഴിച്ചെൻ്റെ പോയി. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാം, എനിക്കേ മനസ്സിലായി എന്താണെന്ന് അറിഞ്ഞുകൂടാ, 2 ദിവസമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ആഹാരത്തിലൊക്കെ ഒന്നുകിലും ഉപ്പ് കൂടും, അല്ലെങ്കിൽ മുളക് കൂടും, പുളി കൂടും, ടേസ്റ്റേ ഉണ്ടാവുന്നില്ല. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ആഹാരം നന്നായിട്ട് ഉണ്ടാവുന്നില്ല. പക്ഷെ നിങ്ങൾ എന്നോട് എന്തുമാത്രം സഹകരിക്കുന്നു എന്ന്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഒരു കാര്യം എനിക്ക് തോന്നുന്നു, നമ്മുടെ എന്തെങ്കിലും ഒരു മോശം സമയമായിരിക്കാം. ഒരു മോശം സമയത്ത് നമ്മുടെ സംബന്ധത്തിൽ, നമ്മുടെ ബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഘർഷം ഉണ്ടായാൽ അത് നമ്മുടെ മനസ്സിനെ ബാധിക്കും. അത് വളരെ വേഗം അലക്ഷ്മി അല്ലെങ്കിൽ കുലക്ഷ്മി എന്നൊക്കെ പറയാം, അത് നമ്മുടെ വീട്ടിൽ കയറി വരും. ഈ ഐശ്വര്യമൊക്കെ ഇവിടുന്ന് പോകാൻ എത്ര സമയം വേണം? അതുകൊണ്ട് അത് ഇവിടുന്ന് ഓടിപ്പോയേ പറ്റൂ. നമുക്ക് 2 പേർക്കും ക്ഷമിക്കാം. നാളെ മുതൽ നീ ആഹാരം ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട്, ഈ ആഹാരം ഉണ്ടാവുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം, എല്ലാവർക്കും സമൃദ്ധിയാവണം, പ്രാർത്ഥിച്ച് നീ ആഹാരം ഉണ്ടാക്കി നോക്കിയേ, നന്നാവെന്ന് പറയും. ഭർത്താവിൻ്റെ സപ്പോർട്ട്. ഭാര്യ പിറ്റേ ദിവസം പോയിട്ട് ആഹാരം ഉണ്ടാക്കി. തലേ ദിവസത്തേക്കാൾ കുറച്ച് ബെറ്റർ ആയിരുന്നു, പക്ഷെ അതിൻ്റെ പൂർണ്ണ ടേസ്റ്റ് വന്നില്ല. അപ്പോൾ ഭർത്താവ് പറയും, സാരല്ല, ഇന്ന് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയല്ലോ, നാളെ പൂർണ്ണ ടേസ്റ്റ് നിനക്ക് വന്നോളും, ഇതേ സങ്കല്പത്തിൽ ചെയ്യാൻ.
അടുക്കളയിൽ പോകുമ്പോൾ ശുദ്ധമായി അടുക്കളയിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രീതിയിൽ ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങി. അധികം വൈകാതെ വീണ്ടും അതേ ടേസ്റ്റും അതേ സന്തോഷം അവരുടെ വീട്ടിൽ വന്നു. പക്ഷെ ആ സമയത്ത് പ്രതികരണം മോശമായിരുന്നുവെങ്കിൽ അവിടെ പരസ്പരം കലഹം, സംഘർഷം, അസന്തുഷ്ടി ഇതെല്ലാം വളരെ വേഗത്തിൽ ഒരു വീട്ടിലെ പോസിറ്റീവ് എനർജി നഷ്ടമാക്കും. പോസിറ്റീവ് എനർജി നഷ്ടമായി കഴിഞ്ഞാൽ സന്തോഷവും അവിടുന്ന് പോവും, സുഖവും പോവും, ധനവും പോവും, എല്ലാം പോവും. അതുകൊണ്ട് ഈഗോ ക്ലാഷ് എന്ന സാധനം വീട്ടിൽ ഇല്ലാതാക്കുക. പറ്റുമെങ്കിൽ ഒരു കാര്യം ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ഭാര്യയും ഭർത്താവും ജോലിക്ക് പോയിട്ടുണ്ടാവും. വൈകുന്നേരം ഭർത്താവ് വരുമ്പോഴത്തേക്കും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഭർത്താവ് വന്ന് കുളിച്ച് റെഡിയായി ഭാര്യ വന്നിട്ട് ചായ ഉണ്ടാക്കി തരാൻ കാത്തിരിക്കുന്ന എത്രയോ ഭർത്താക്കന്മാരെ കാണാറുണ്ട്. ഭാര്യയും ജോലിക്കല്ലേ പോയത്. കാലഘട്ടം അങ്ങനെയാണ്. രണ്ടുപേരുടെ സമ്പാദ്യം ഉണ്ടായാൽ പോലും ജീവിക്കാൻ തികയാത്തൊരു കാലഘട്ടം. അപ്പോൾ ഉണ്ടെങ്കിൽ ആരാദ്യം വന്നു അവർ ചായ ഉണ്ടാക്കി രണ്ടുപേരും കുടിക്കാമെന്നൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ എന്തു സന്തോഷമായിരിക്കും അവിടെ. രണ്ടുപേരും ഒന്നിച്ച് അടുക്കളയിൽ കയറിയിട്ട് ഓക്കെ, വൈഫ് നല്ല എക്സ്പേർട്ടായിട്ട് കുക്ക് ചെയ്യും, ഭർത്താവിന് പച്ചക്കറി മുറിച്ച് കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും തേങ്ങ ചിരവി കൊടുക്കുക, എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാലോ, മെഷീനിൽ തുണികളിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അത് നിന്നൊരു താറിയിടാലോ. വീട്ടിലെ ഗൃഹസ്ഥത്തിലെ കാര്യങ്ങളെ രണ്ടുപേരും ജോലിക്ക് പോകുന്നെങ്കിൽ രണ്ടാളും കുറച്ച് കൈ നീട്ടാൻ തയ്യാറാണെങ്കിൽ ആ മെയിൽ ഈഗോ, ഞാൻ പുരുഷനാണ്, ഞാൻ ഇങ്ങനെ ചെയ്ത് അങ്ങനെയാവും, ഞാൻ സ്ത്രീ, ഞാൻ പണിയെടുത്ത് കൊണ്ടുവരുന്നവളല്ലേ, ഇത്തരം വിചാരങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫാണ്, ഇത് നമ്മുടെ പേഴ്സണൽ ലൈഫാണ്, നമ്മൾ ഒന്നാണ് എന്ന വിചാരത്തിൽ നിങ്ങളെല്ലാവരും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, ഇപ്പോൾ എസ്പെഷ്യലി നമ്മുടെ മക്കളെ, കുഞ്ഞു മക്കളായിരിക്കുമ്പോൾ, തീരെ കൊച്ചു മക്കളായിരിക്കും, നിങ്ങൾ വായിൽ കഴിപ്പിച്ചോ നോക്കിക്കോ. ഓരോ കുട്ടികളും അവർ വളരുന്ന പ്രായത്തിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ തണൽ മാറുമ്പോൾ ഒരു മരത്തിൽ ചുറ്റിപ്പടർന്നൊരു വള്ളി നന്നായി വളരും, ആ മരം ഉണങ്ങിപ്പോയ വള്ളിയുടെ ഗതി എന്താവും? പലപ്പോഴും ഞാൻ കാണാറുണ്ട്, പേരൻസ് മാതാപിതാക്കൾ മക്കളെ വള്ളികളാക്കിയാണ് വളർത്തുന്നത്, മരങ്ങളാക്കി വളർത്തുന്നില്ല. മരമാവണമെങ്കിൽ എല്ലാ കാര്യത്തിലും അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അവരെ പഠിപ്പിക്കണം. അതാത് കാര്യങ്ങൾ ചെയ്തിട്ട് പഠിക്കുമ്പോൾ അവരെ സമയം അവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യും. അവരെ മോട്ടിവേറ്റ് ചെയ്യണം, അവരെ എനർജറ്റിക് ആക്കണം. തൻ്റെ ജീവിതത്തിൽ സ്വയം പര്യാപ്തമാവേണ്ട ആവശ്യത്തെക്കുറിച്ച് മക്കളോട് പറഞ്ഞു കൊടുക്കണം. എങ്കിൽ എല്ലാ കൈകളും നീണ്ടുകൊണ്ട് ഒരു വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് സന്തോഷമാവും, അവിടെ സങ്കടം ഉണ്ടാവില്ല. ഈ രീതിയിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അവിടെ ശുദ്ധിയും സന്തോഷവും പവിത്രതയും ഐക്യവും എല്ലാം ഒത്തുചേരും. സന്തോഷം നിറഞ്ഞ കുടുംബമായിട്ട് നിങ്ങൾക്ക് മാറും. നിങ്ങളുടെ വീട് അങ്ങനെ ഒരു സന്തുഷ്ട കുടുംബമാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.